ഡ്രീംസിംഗ് കെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് വെച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. സാധാരണ പാൽപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ ഞാൻ ചിലവ് കുറഞ്ഞ രീതിയിൽ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തിളപ്പിച്ചിട്ട് പഞ്ചസാരയും വെള്ളവും കൂടിയിട്ട് നല്ലതുപോലെ മെൽട്ടായി വരണം. ഇതിപ്പോൾ പഞ്ചസാരയും വെള്ളവും നല്ലതുപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ സൈഡിൽ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 8 ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ മിക്സിയുടെ വലുപ്പം നോക്കിയിട്ട് എല്ലാതും ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് മിക്സായി പോയതാണ്. ഇപ്പോൾ ബ്രെഡ് പൊടിയും പാൽപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാല് ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബ്രെഡ് കൂടി ലൂസായി പോവും. നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ ബ്രെഡ് പൊടിച്ച് ചേർക്കേണ്ടി വരും. നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് സ്മൂത്ത് ആവുന്നത് വരെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും പാലാണ് ബാക്കിയായിട്ട് വന്നിട്ടുള്ളത്. ഇനി കയ്യിൽ അല്പം എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കയ്യിൽ അല്പം എണ്ണ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ബ്രെഡും പാൽപ്പൊടിയും പാലും വെച്ച് ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒട്ടും ക്രാക്കില്ലാതെ ഇതുപോലെ എല്ലാതും ഉരുട്ടിയെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ 15 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ സൈസിലുള്ള ഗുലാബ് ജാമുനാണ് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. ഇത് എല്ലാം കൂടെ പരുക്കനെ ഇട്ട് കൊടുക്കരുത്. പാത്രത്തിൻ്റെ സ്പേസ് അനുസരിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ തന്നെ എല്ലാതും ഒരേപോലെ തന്നെ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരേപോലെ കളറായിട്ട് കിട്ടും. ഇപ്പോൾ കളറൊക്കെ മാറി വന്ന് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ വന്നിട്ടുണ്ടാവും. ഇത് എണ്ണയിൽ നിന്ന് മാറ്റി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഡയറക്റ്റ് ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഷുഗർ സിറപ്പ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബോൾസ് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുഴുവൻ ഗുലാബ് ജാമും ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഷുഗർ സിറപ്പിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക.
10 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഗുലാബ് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.